ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ PSC നോളജ് സാഗ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് 2026 ജൂൺ 15 മുതൽ 21 വരെയുള്ള ദിവസങ്ങളിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ഇതുപോലുള്ള ഒരുപാട് വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ ചാനൽ വിസിറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അപ്പോൾ കറണ്ട് അഫയേഴ്സ് കുറച്ചായിട്ട് നമുക്ക് ഇവിടെ നിന്ന് തന്നെ പഠിച്ചിട്ട് പോകാം. കൂടെ ഉണ്ടാവില്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എക്കണോമിക്സ് ആൻഡ് പീസ് പുറത്തിറക്കിയ 2026 സമാധാന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം. ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എക്കണോമിക്സ് ആൻഡ് പീസ് IEP പുറത്തിറക്കിയ 2026 സമാധാന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 127 ആണ്. 2026 സമാധാന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 127 ആണ്. 2025 115 ആണ്. അപ്പൊ 2025 സമാധാന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 115, 2026 127 ഓപ്പൺ AI കമ്പനിയുടെ ഏഷ്യ പസഫിക് ജപ്പാൻ മേഖലയുടെ മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായത്. ഓപ്പൺ AI കമ്പനിയുടെ റഷ്യ പസഫിക് ജപ്പാൻ മേഖലയുടെ മാനേജിംഗ് ഡയറക്ടറായി ചുമതലയേറ്റത് കിരൺ മണി പാലക്കാട് സ്വദേശിയാണ്. എന്തായിരുന്നു? ഓപ്പൺ AI കമ്പനിയുടെ ഏഷ്യ പസഫിക് ജപ്പാൻ മേഖലയുടെ മാനേജിംഗ് ഡയറക്ടറായി ചുമതലയേറ്റതാണ് കിരൺ മണി. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച വിജയകരമായി പരീക്ഷിച്ച എയർ ടു സർഫസ് മിസൈൽ. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച് വിജയകരമായി പരീക്ഷിച്ച എയർ ടു സർഫസ് മിസൈലാണ് രുദ്രം 2 ആണ്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ചിട്ട് വിജയകരമായി പരീക്ഷിച്ച എയർ ടു സർഫസ് മിസൈലാണ് രുദ്രം 2. അപ്പം സമാധാന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 127 ആണ്. അതുപോലെ ജപ്പാൻ ഏഷ്യ പസഫിക് ഓപ്പൺ AI കമ്പനിയുടെ ഏഷ്യ പസഫിക് ജപ്പാൻ മേഖലയുടെ മാനേജിംഗ് ഡയറക്ടർ കിരൺ മണിയാണ്. അതുപോലെ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച് വിജയകരമായി പരീക്ഷിച്ച എയർ ടു സർഫസ് മിസൈൽ രുദ്രം 2. അടുത്തത് 2026 ഫിഫ ലോകകപ്പിലെ ആദ്യ ഗോൾ നേടിയ മെക്സിക്കൻ സ്ട്രൈക്കർ. 2026 ഫിഫ ലോകകപ്പിൽ ആദ്യ ഗോൾ നേടിയ മെക്സിക്കൻ സ്ട്രൈക്കർ ആണ് യൂലിയൻ സ്കിനോൺസ് ആണ്. മെക്സിക്കൻ സ്ട്രൈക്കർ ആണ്. 2026 ഫിഫ ലോകകപ്പിലെ ആദ്യ ഗോൾ നേടിയ മെക്സിക്കൻ സ്ട്രൈക്കർ ആണ് യൂലിയൻ കിനോൺസ്. 2026 ഇ ഗവേണൻസിനുള്ള ദേശീയ അവാർഡുകളിൽ വെള്ളി അവാർഡ് നേടിയ പദ്ധതി. 2026 ഇ ഗവേണൻസിനുള്ള ദേശീയ അവാർഡുകളിൽ വെള്ളി അവാർഡ് നേടിയ പദ്ധതിയാണ് ഈ ജാഗൃതി എന്ന പദ്ധതിക്കാണ് ഇ ഗവേണൻസിന്റെ 2026 ഇ ഗവേണൻസിനുള്ള ദേശീയ അവാർഡുകൾ വെള്ളി അവാർഡ് നേടിയ പദ്ധതിയാണ് ഈ ജാഗൃതി. ഗ്രാമീണ ഡിജിറ്റൽ കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിനായി പ്രൊജക്ട് ഗംഗ ആരംഭിച്ച സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഗ്രാമീണ ഡിജിറ്റൽ കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിനായി പ്രൊജക്ട് ഗംഗ ആരംഭിച്ച സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. പ്രൊജക്ട് ഗംഗ ഗ്രാമീണ ഡിജിറ്റൽ കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. ആരംഭിച്ച സംസ്ഥാനം ഉത്തർപ്രദേശ് ആണ്. വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡിന്റെ പുതിയ മാനേജിംഗ് ഡയറക്ടർ. വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡിന്റെ പുതിയ മാനേജിംഗ് ഡയറക്ടറാണ് ജെറോമിക് ജോർജ് ആണ് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിന്റെ പുതിയ മാനേജിംഗ് ഡയറക്ടർ. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. കേരളത്തിലെ ആരോഗ്യ മേഖല നേരിടുന്ന വെല്ലുവിളികളും പ്രതിസന്ധികളും പരിഹരിക്കുക എന്ന് ലക്ഷ്യമിട്ട് ആരോഗ്യ വകുപ്പ് നടത്തുന്ന ജനസമ്പർക്ക പരിപാടി. കേരളത്തിലെ ആരോഗ്യ മേഖല നേരിടുന്ന വെല്ലുവിളികളും പ്രതിസന്ധികളെയും ലക്ഷ്യമിട്ട് ആരോഗ്യ വകുപ്പ് നടത്തുന്ന ജനസമ്പർക്ക പരിപാടിയാണ് കായകൽപ്പം. ആരോഗ്യ മേഖല നേരിടുന്ന വെല്ലുവിളികളെയും പ്രതിസന്ധികളെയും പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആരോഗ്യ വകുപ്പ് നടത്തുന്ന ജനസമ്പർക്ക പരിപാടിയാണ് കായകൽപ്പം. അടുത്തിടെ ശ്രീലങ്കയിലെ കൊളംബോ സന്ദർശിച്ച ഇന്ത്യൻ നാവികസേനാ കപ്പലാണ് INS ശാരദയാണ്. ശ്രീലങ്കയിലെ കൊളംബോ സന്ദർശിച്ച ഇന്ത്യൻ നാവികസേനയുടെ കപ്പൽ. അപ്പൊ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡിന്റെ പുതിയ മാനേജിംഗ് ഡയറക്ടർ ജെറോമിക് ജോർജ്. കേരളത്തിലെ ആരോഗ്യ മേഖല നേരിടുന്ന വെല്ലുവിളികളും പ്രതിസന്ധികളും പരിഹരിക്കുന്നതിനായി ലക്ഷ്യമിട്ട് ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന ജനസമ്പർക്ക പരിപാടിയാണ് കായകൽപ്പം. അടുത്തിടെ ശ്രീലങ്കയിലെ കൊളംബോ സന്ദർശിച്ച ഇന്ത്യൻ നാവികസേനയുടെ കപ്പലാണ് INS ശാരദ. അടുത്തത്
2026 ജൂണിൽ യൂണിക്കോൺ പദവി ലഭിച്ച ഇന്ത്യൻ AI കമ്പനി. 2026 ജൂണിൽ യൂണിക്കോൺ പദവി ലഭിച്ച ഇന്ത്യൻ AI കമ്പനിയാണ് സർവം. AI കമ്പനിയുടെ പേരെന്താണ്? സർവമാണ്. യൂണിക്കോൺ പദവി ലഭിച്ച ഇന്ത്യൻ AI കമ്പനിയാണ് സർവം. സ്ലോവാക്യയുടെ പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് ദി വൈറ്റ് ഡബിൾ ക്രോസ് ലഭിച്ച വ്യക്തിയാണ് നമ്മുടെ നരേന്ദ്രമോദി. സ്ലോവാക്യയുടെ പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് ദി വൈറ്റ് ഡബിൾ ക്രോസ് ലഭിച്ച വ്യക്തിയാണ് നരേന്ദ്രമോദി. കേരളത്തിൽ ഡിജിറ്റൽ സെൻസസ് നടപടികളുടെ ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായ വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയ എന്ന് മുതലാണ് ആരംഭിക്കുന്നത്. അപ്പോൾ 2027 സെൻസസ് നടക്കാൻ പോകുന്നുണ്ട്. ഇന്ത്യയിലെ 16ാമത്തെ സെൻസസ് ആണ്. സ്വതന്ത്ര ഇന്ത്യയിലെ 8ാമത്തെ സെൻസസുമാണ് 2027 നടക്കാൻ പോകുന്നത്. അതിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായിട്ട് വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയ എന്ന് മുതലാണ് ആരംഭിക്കുന്നത് ചോദിച്ചാൽ 2026 ജൂൺ 16-നാണ്. ജൂൺ 16-നാണ് സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയ ആരംഭിക്കുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. 2027 നടക്കാൻ പോകുന്നത്. 8ാമത്തെ സെൻസസ് ആണ്. അതും സ്വതന്ത്ര ഇന്ത്യയിലെ 8ാമത്തതും ഇന്ത്യയിലെ 16ാമത്തെയും സെൻസസ് ആണ്. ഓക്കെ, അടുത്തത് 2026 ജൂണിലെ പോലീസ് പുനഃസംഘടന പ്രകാരം കേരളത്തിന്റെ പുതിയ ഇന്റലിജൻസ് മേധാവിയായി ചുമതലയേറ്റത്. 2026 ജൂണിലെ പോലീസ് പുനഃസംഘടന പ്രകാരം കേരളത്തിന്റെ പുതിയ ഇന്റലിജൻസ് മേധാവിയായി ചുമതലയേറ്റത് ദിനേത്ര കശ്യപ്. VD സതീശൻ സർക്കാരിന്റെ ആദ്യ ബജറ്റ് അവതരിപ്പിച്ചത് 2026 ജൂൺ 19-നാണ്. 2026 ജൂൺ 19-നാണ് VD സതീശൻ സർക്കാരിന്റെ ആദ്യ ബജറ്റ് അവതരിപ്പിച്ചത്. 2026 ജൂണിൽ 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ നിരോധിച്ച ഗൾഫ് രാജ്യമാണ് UAE. 2026 ജൂണിൽ എന്താണ്? 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ നിരോധിച്ച ഗൾഫ് രാജ്യമാണ് UAE. ഓക്കെ, അപ്പൊ 2026 ജൂണിൽ പോലീസ് പുനഃസംഘടന പ്രകാരം കേരളത്തിലെ പുതിയ ഇന്റലിജൻസ് മേധാവിയായി നിയമിതനായത് ദിനേന്ദ്ര കശ്യപാണ്. VD സതീശൻ സർക്കാരിന്റെ ആദ്യ ബജറ്റ് അവതരിപ്പിച്ചത് 2026 ജൂൺ 19-നാണ്. 2026 ജൂണിൽ 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ നിരോധിച്ച ഗൾഫ് രാജ്യമാണ് UAE. അടുത്തത് 6 ലോകകപ്പുകളിൽ കളിക്കുന്ന ആദ്യ പുരുഷ താരം എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കിയത് ലയണൽ മെസ്സി. 6 ലോകകപ്പുകളിൽ കളിക്കുന്ന ആദ്യ പുരുഷ താരം എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കിയത് ലയണൽ മെസ്സി. പട്ടികജാതി വിഭാഗത്തിന്റെ സാമൂഹിക സാമ്പത്തിക പുരോഗതി ലക്ഷ്യമിട്ട് കേന്ദ്ര സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയം പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? പട്ടികജാതി വിഭാഗത്തിൽ സാമൂഹിക സാമ്പത്തിക പുരോഗതി ലക്ഷ്യമിട്ട് കേന്ദ്ര സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയം പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് അജയ്. അപ്പൊ 6 ലോകകപ്പുകളിൽ കളിക്കുന്ന ആദ്യ പുരുഷ താരം എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കിയത് ലയണൽ മെസ്സിയാണ്. പട്ടികജാതി വിഭാഗത്തിന്റെ സാമൂഹിക സാമ്പത്തിക പുരോഗതി ലക്ഷ്യമിട്ട് കേന്ദ്ര സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയം പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് അജയ്. ഓക്കെ, അപ്പം ജൂൺ 15 മുതൽ 21 വരെയുള്ള ദിവസങ്ങളിലെ കറണ്ട് അഫയേഴ്സ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയ കറണ്ട് അഫയേഴ്സ് നമ്മൾ ഇവിടെ തീർത്തിട്ടുണ്ട്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അതുപോലെ PSC പഠിക്കണ നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യാൻ മടിക്കരുത്. ഇതുപോലുള്ള കറണ്ട് അഫയേഴ്സും GKയും ക്ലാസ് ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അപ്പം ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. അടുത്ത അടിപൊളി ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക്